കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയോട് സുധീഷ് തൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നത് ഓർക്കുകയാ. അന്ന് നിധിയെ കല്യാണം കഴിക്കാനിരുന്ന ആ ഓസ്ട്രേലിയൻ കങ്കാരു ഇല്ലേ, പുള്ളിയുടെ പേരിൽ ആ തെറ്റെന്ന് ന്യായീകരിച്ച നിധി എന്നെ സപ്പോർട്ട് ചെയ്തത്. ആ സപ്പോർട്ട് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്ന ആ നിമിഷം എനിക്ക് തോന്നിയത്. പിന്നെ തന്നെ കാണാൻ എന്താ മാർഗമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ദൈവം ഇയാളുടെ വീട്ടിൽ തന്നെ എനിക്ക് ഡ്രൈവർ ജോലി തരപ്പെടുത്തിയത്. അതോടുകൂടി എന്റെയും ഇയാളുടെയും ജീവിതത്തിൽ ദൈവമാണ് ഇടപെടുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് 2 ദിവസത്തിനകം കല്യാണം ഫിക്സായി എന്ന് ഞാൻ അറിഞ്ഞപ്പോ എനിക്കാകെ തലയിൽ ഇടിവെട്ടേറ്റതുപോലെയായിരുന്നു. അതോടുകൂടി എനിക്ക് ഭാഗ്യമില്ലെന്ന് കരുതി ഞാൻ അങ്ങ് വിട്ടു. പക്ഷേ ആ വിവാഹത്തിന് ഇയാൾക്ക് താല്പര്യമില്ലെന്നറിഞ്ഞപ്പോഴാ എങ്ങനെയെങ്കിലും അതിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ വിചാരിച്ചത്. നിധി സത്യം പറഞ്ഞ അപ്പോഴും ഇയാളെ കല്യാണം കഴിക്കണമെന്ന വിചാരമൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ വിധി നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചു. മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായതന്നാ. നമ്മളെ ഒരുമിപ്പിക്കാൻ ദൈവം കണ്ടെത്തിയ വിചിത്രമായ വഴികളായിരുന്നു അതെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതിനുശേഷം തന്നെ മിസ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ അങ്ങുറപ്പിച്ചു. പക്ഷേ ഇയാൾക്ക് ഈ വിവാഹത്തിന് ഒരു തരിമ്പ് പോലും ഇഷ്ടമില്ലായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു ട്ടോ. ഇയാൾ എന്നോട് സംസാരിക്കുമ്പോൾ ഇത് വെറും ഫേക്ക് മാരേജ് ആണെന്ന് പറയുമ്പോൾ, ഡിവോഴ്സ് വേണമെന്ന് പറയുമ്പോഴെല്ലാം ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിധി ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ഇങ്ങനെയൊരു കല്യാണത്തിന് ഇയാൾ ശരിക്കും സമ്മതിക്കേണ്ട കാര്യമില്ല. ഈ കല്യാണത്തിൽ നിന്ന് വേർപിരിഞ്ഞാലും നമുക്ക് രണ്ടുപേർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാവുമെന്ന് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ. പക്ഷെ എന്തു ചെയ്യും, ഞാനിപ്പോൾ പറയാൻ പോവാ. ഇയാൾ എന്റെ ജീവിതം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു ജീവിതമില്ല. ഇയാൾ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് ജീവിതമുള്ളൂ നിധി. ഞാൻ ഈ കല്യാണത്തെ ഒരു കള്ളക്കല്യാണമായിട്ട് ഒന്നുമല്ല കാണുന്നത് നിധി. ഇയാൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും കാണാം. പക്ഷേ എന്റെ മനസ്സിൽ ഇതാണ് ജീവിതം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നിധി എന്ന് സുധീഷ് ചോദിക്കേ അമ്പരപ്പോടെ നോക്കിയിരിക്കുന്ന നിധിയും ഇത്രയും കാലം ഞാൻ കരുതിയതല്ലല്ലോ സുധീഷിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നൊരു തോന്നൽ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നെ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സുധീഷ് മനഃപൂർവ്വം ചെയ്ത ത്യാഗമാണെന്നാ ഞാൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. പക്ഷേ സുധീഷിന് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. സത്യമായിട്ടും നിനക്കെന്നെ ഇഷ്ടാണോ എന്നവൾ ചോദിക്കേ ഇത് എന്തൊരു ചോദ്യം നിധി എന്ന് ചോദിച്ച് കടല് നോക്കിക്കൊണ്ട് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തോളം എനിക്ക് നിധിയെ ഇഷ്ടമാ എന്നവൻ പറയേ ഇത് പക്ഷേ അറബിക്കടല എന്ന് നിധിയും ചമ്മൽ മറച്ചുകൊണ്ട് ഏത് കടലായാലും എനിക്ക് നിധിയെ കടലോളം ഇഷ്ടമാ എന്ന് സുധീഷ് പറയേ എനിക്ക് ഇതുവരെ അത് മനസ്സിലായില്ലല്ലോ സുധീഷേ. എനിക്ക് വേണ്ടി നിങ്ങൾ ജീവിതം തുലച്ചല്ലോ എന്ന് കരുതി ഞാൻ ഉള്ളിൽ എപ്പോഴും സങ്കടപ്പെടുകയായിരുന്നു. നിനക്കെന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്കും നിങ്ങളെ എന്ന് നിധി പറയുന്നതും മനസ്സിൽ സ്വപ്നം കണ്ട് പറഞ്ഞോളൂ നിധി, ഞാൻ പറഞ്ഞോളൂ നിധി എന്ന് കണ്ണടച്ച് കടല നോക്കിക്കൊണ്ട് ഓർക്കുകയാ സുധീഷ്. അവൻ സ്വയം നിന്ന് പെറുപെറുക്കുന്നത് കടലയും കുറിച്ചിരിക്കുന്ന നിധി കാണെ സുധീഷേ എന്ന് നീട്ടി വിളിക്കുക. അപ്പോഴും സ്വപ്നത്തിലായിരുന്ന സുധീഷ് നിധി പറ എന്ന് കണ്ണടച്ചുകൊണ്ട് കടലും നോക്കി പറയേ. നിധി തന്റെ കയ്യിലുണ്ടായിരുന്ന കടലയെടുത്ത് സുധീഷിനെ എറിയുന്നുണ്ട്. ഞെട്ടി ഉണർന്ന സുധീഷും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പരിഭ്രമത്തോടെ നിധിയെ തിരിഞ്ഞു നോക്കേ. നിധിയും ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നുണ്ട് സുധീഷേ നിന്നെ ധ്യാനിക്കുകയാണോ, ഞാൻ ഇവിടെ ഇരുന്ന് വേര് പിടിച്ചു, വാ നടക്കാം, വാ പോവാൻ സമയമായില്ലേന്ന്. സുധീഷും നിരാശയോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാ. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് കടൽക്കരയിലൂടെ നടക്കുമ്പോഴാണ് ഒരു പയ്യനും അവന്റെ ഗേൾഫ്രണ്ടും തമ്മിൽ വഴക്കിടുന്നത് കാണുന്നത്. പറ്റില്ലെന്ന് പറയുന്നതിന് ഒരു കാരണം വേണ്ടേ എന്നവൻ ചോദിക്കേ. പറ്റില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൂടെ എന്നവളും. എത്ര കാലമായി ഞാൻ നിന്റെ പുറകെ നടക്കുന്നു, ഇത്രയും കാലമായിട്ടും അതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് അവൻ ചോദിക്കേ. നീ ഇങ്ങനെ ചൂടാവാതെ എന്ന് അവളും. ചൂടാവാതെ പിന്നെ മനുഷ്യനെ പരിഹസിക്കുന്നതിനും ഒരു കണക്ക് വേണ്ടേ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഞാൻ ആരെയും പരിഹസിച്ചതല്ല, എനിക്ക് നിന്നോട് അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് അവളും. ഇത് ശരിക്കും ചീറ്റിംഗാ, ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു നടത്തുന്ന ചീറ്റിംഗ് എന്നവർ പറയുന്നത് ശ്രദ്ധിച്ച് ലവേഴ്സ് ആണോ എന്ന് നീ ചോദിക്കുന്നുണ്ട്. ഇവൻ എവിടെയോ എന്ന് സംശയത്തോടെ പറഞ്ഞു നിൽപ്പാ സുധീഷും. ആ പെൺകുട്ടി വീണ്ടും അവനോടായി ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ എങ്ങനെ ചീറ്റ് ചെയ്തു എന്നാ, എപ്പോഴെങ്കിലും ഇഷ്ടമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നവൾ ചോദിക്കേ. അവനെ നോക്കി സംശയത്തോടെ നിന്ന സുധീഷും ഇവൻ സതീഷ് അല്ലേ എന്ന് ചോദിക്കേ. ഏത് സതീഷ് എന്ന് നിധിയും. എന്റെ ക്ലാസ്സിൽ പഠിച്ച സതീഷ് വന്നേ എന്ന് പറഞ്ഞ് നിധിയെയും വിളിച്ച് അവരുടെ അടുത്തേക്ക് പോവുകയാ സുധീഷും നിധിയും. അവരെപ്പോഴും വഴക്ക് തുടർന്നുകൊണ്ടിരിക്കുക. നീ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ നിന്റെ പെരുമാറ്റം മുഴുവൻ അങ്ങനെയായിരുന്നില്ലെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ പെരുമാറിയെന്നാ നീ പറയുന്നേ, ഒരു നല്ല ഫ്രണ്ടിനെ പോലെ അടുത്ത് പെരുമാറിയെന്നോ എന്നവൾ അവനോടായി ചോദിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് ചെന്ന് എടാ സതീഷേ എന്ന് വിളിക്കെ. തിരിഞ്ഞു നോക്കുന്ന സതീഷും ആ നീയോ എന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. നിധിക്ക് സുധീഷ് അവനെ പരിചയപ്പെടുത്തുകയാ. ഇതെന്റെ ഫ്രണ്ട് സതീഷ്, ഇതെന്റെ വൈഫ് നിധിയാണെന്ന് പറഞ്ഞ് സതീഷിനും അവളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവൾ അവനോട് നമസ്കാരം പറയേ. ഹോ ഭാഗ്യം, വൈഫ് എന്ന് പറഞ്ഞപ്പോ എതിർത്തൊന്നും പറഞ്ഞില്ല എന്ന് സുധീഷും സന്തോഷത്തോടെ മനസ്സിൽ പറയുകയാ. സതീഷിന്റെ കൂടെയുള്ള പെൺകുട്ടി അപ്പോഴേക്കും കരയാനായി തുടങ്ങിയിരുന്നു. എടാ പറയടാ, ഈ കുട്ടിയോട് എന്തിനാ വഴക്കിടുന്നേ, കാര്യം പറ സതീഷേ എന്ന് സുധീഷ് ചോദിക്കേ. പ്രശ്നം ഞാനല്ല ഇവളാ
എന്ന് സതീഷ് പറയേ. എന്നിട്ടാണോ ആ കുട്ടി നിന്ന് കരയുന്നേ? എടാ സതീഷേ, പ്രശ്നം എന്തുവാ എന്നവൻ ചോദിക്കേ. സതീഷ് മറുപടി ഒന്നും പറയാതെ നിൽക്കണ കണ്ട് സുധീഷ് അവരെ വിളിച്ചിട്ട് കൊണ്ടുപോയി മാറിയിരുന്ന് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചിരിക്കെ എടാ എന്താ പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുക. എടാ ഇത് രമ്യ, ഞങ്ങൾ ഒരുമിച്ചാ ജോലി ചെയ്യുന്നത്. 3 വർഷമായിട്ട് തമ്മിലറിയും. എന്ത് കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ചാ. ഞാൻ ഇവളെ കഴിഞ്ഞ 3 വർഷമായി സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോ കല്യാണത്തിന് പ്രപ്പോസ് ചെയ്തപ്പോ ഇവൾ പറയാ ഇവൾക്ക് ഇഷ്ടമില്ലെന്ന്. എന്ന് സതീഷ് പറയുന്നത് കേൾക്കെ 3 വർഷമായി ഇവൻ സ്നേഹിക്കുന്നില്ലേ, എന്നിട്ട് ഇപ്പോ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ എന്ന് സുധീഷ് രമ്യയോടായി ചോദിക്കുന്നുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ എന്ന് രമ്യ ചോദിക്കെ. ഇഷ്ടമില്ലെന്നല്ലേ പറയാൻ പറ്റൂ എന്ന് നിധിയും. 3 വർഷം നന്നായി സംസാരിച്ച് അടുത്തിടപഴകിയിട്ട് എങ്ങനെ ഇഷ്ടമില്ലെന്ന് പറയുന്നത് എന്ന് സതീഷ് രമ്യയോടായി ചോദിക്കെ. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നല്ലേ പറയാൻ പറ്റൂ എന്ന് സുധീഷും. അപ്പൊ 3 വർഷം അടുപ്പത്തിൽ കഴിഞ്ഞതോ? ഇതെല്ലാം വെറും കഥയാ. വീട്ടിൽ ഇവൾക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒഴിവാക്കുന്നതാ എന്ന് സതീഷ് കുറ്റപ്പെടുത്ത രമ്യയും അങ്ങനെയൊന്നും അല്ല ചേട്ടാ. സതീഷ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അതിന്റെ പേരിൽ എനിക്ക് സതീഷിനെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണെന്ന് വിചാരിച്ചാ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് രമ്യ ചോദിക്കേ. അപ്പോ ഒരുമിച്ച് സിനിമയ്ക്ക് പോയതും ബീച്ചിൽ വന്നതുമൊക്കെ എന്ന് സതീഷും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ എന്ന് രമ്യ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സിനിമയ്ക്കും ബീച്ചിലും ഒന്നും പോവാറില്ലേ? ഫ്രണ്ടായ ഒരു പെൺകുട്ടി ബീച്ചിലൊപ്പം വന്ന അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നാണോ അതിനർത്ഥം എന്ന് നിധി ചോദിക്കുന്ന പോലെ സുധീഷിന് തോന്നുകയാ. അവനും മനസ്സിൽ പറയുകയാ, ഇതിപ്പോ പണി പാലും വെള്ളത്തിൽ ഞാൻ ഇരുന്നു വാങ്ങിയതുപോലെ ആയല്ലോ എന്ന് ടെൻഷനോടെ ഓർത്തിരിക്കെ സതീഷും പറയുന്നുണ്ട്. അതൊന്നുമല്ല, ഇവൾക്കിപ്പോ ഞാൻ പോരാ, എന്റെ സ്വത്തും അന്തസ്സും പോരാ എന്ന് പറയേ രമ്യയും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നവൾ ചോദിക്കേ. പറഞ്ഞിട്ടുണ്ടോടാ എന്ന് സുധീഷും. ഇല്ലേട്ടാ, ഞാൻ ഒരിക്കലും ഇവനെ ഇഷ്ടമാണെന്നോ വിവാഹം കഴിക്കണമെന്നോ പറഞ്ഞിട്ടില്ല എന്ന് രമ്യ പറയേ. പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് സതീഷും ചോദിക്കുക. അതെനിക്കിങ്ങനെ അറിയാം, അതെന്റെ വിഷയമാണോ എന്നവൾ ചോദിക്കേ. ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന നിധിയെ നോക്കി ഇതിപ്പോ എന്റെ തന്നെ വിഷയമാണല്ലോ ഭഗവാനെ എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, പിന്നെന്താ എന്ന് സതീഷ് ചോദിക്കെ. അറിഞ്ഞ ഉടനെ ശരിയാവില്ലെന്ന് ഞാനും പറഞ്ഞില്ലേ എന്ന് രമ്യയും. എന്തുകൊണ്ട് ശരിയാവില്ല? എനിക്ക് സ്വത്തും പണവും കുറവാ, അതല്ലേ കാര്യം. ഇവളുടെ വീട്ടിൽ കാശുണ്ട്, ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലിക്ക് വന്നിരിക്കുക. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഇവളുടെ അത്ര ഇംഗ്ലീഷ് വശമില്ല, കയ്യിൽ കാശുമില്ല, അതുതന്നെ കാരണം എന്ന് സതീഷ് പറയുന്നത് കേൾക്ക്. ദൈവമേ, എന്റെ തന്നെ ഫോട്ടോസ്റ്റാറ്റിനെയാണല്ലോ നീ എനിക്ക് കാണിച്ചു തരുന്നത്. ഇവന് കൊള്ളാവുന്ന ജോലിയെങ്കിലും ഉണ്ട്, എനിക്ക് അതുമില്ല എന്ന് ടെൻഷനോടെ മനസ്സിൽ ചിന്തിക്കുക സുധീഷും. രമ്യ വീണ്ടും സുധീഷിനോടായി പറയുന്നുണ്ട്. അതൊന്നും ഒരു കാരണമല്ല ഏട്ടാ. ഇത്ര നാളും സംസാരിച്ചിട്ടും എനിക്ക് അങ്ങനെ ഒരു വൈബ് ഇവനോട് തോന്നിയിട്ടേ ഇല്ല. അത് തോന്നാത്ത ഒരാളെ ജീവിതകാലം മുഴുവൻ ചുമക്കാൻ പറ്റുമോ? ഇവന്റെ ടേസ്റ്റ് വേറെ, എന്റെ ടേസ്റ്റ് വേറെ, ഞങ്ങൾക്ക് കോമൺ ആയി ഒന്നുമില്ല. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്ക് ഇവൻ ഓക്കെയാണ്, പക്ഷേ പാർട്ട്ണർ എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടേ ഇല്ല. ജീവിതത്തെപ്പറ്റി എനിക്കും ചില ഡ്രീംസ് കാണില്ലേ ഏട്ടാ. എങ്ങനെയുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കണം, അയാളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണമെന്ന് എനിക്കും ചില സങ്കല്പങ്ങൾ കാണില്ലേ എന്ന് രമ്യ ചോദിക്കേ. അതിലെവിടെയും സതീഷ് ഇല്ല എന്ന് സുധീഷും ചോദിക്കുക. ഇല്ലേട്ടാ, എനിക്ക് നുണ പറയുന്നത് ഇഷ്ടമല്ല എന്ന് രമ്യ പറയേ. വീണ്ടും നിധി പറയുന്നത് പോലെ സുധീഷിന് തോന്നുകയാ. നിങ്ങൾ വായ തുറന്ന നുണ മാത്രമേ പറയൂ. അവൻ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും രമ്യേ എന്ന് സതീഷ് വിളിക്കുന്നുണ്ട്. എടാ, ആ കുട്ടി പറയട്ടെ എന്ന് സുധീഷും. എനിക്ക് കാമായിട്ടുള്ള ആളുകളെ ഇഷ്ടം, നിങ്ങളങ്ങനെയല്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മറ്റെന്തെങ്കിലും മനസ്സിലാക്കി അതിന് റിയാക്ട് ചെയ്ത് പ്രശ്നമുണ്ടാക്കും എന്ന് നിധി പറയുന്നത് പോലെ തോന്നി. അന്ന് നിധിയുടെ ഓഫീസിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയ കാര്യം ഓർത്തെടുക്കുകയാ സുധീഷ്. അതെനിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇയാൾ ഫ്രണ്ട് ആയിട്ടിരിക്കാൻ നല്ലതാ, അതിനു മേലെ ഇയാളോട് ഒരു ഫീലിങ്സും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് പ്രേമിക്കാൻ പറ്റും എന്ന് നിധി ചോദിക്കുന്നത് പോലെ തോന്നി. സുധീഷ് ആകെ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും കണ്ടില്ലേടാ, കണ്ടില്ലേ, പണമല്ലാതെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എനിക്ക് എന്ത് കുറവാ ഉള്ളത് എന്ന് സതീഷ് ചോദിക്കേ. ക്യാരക്ടർ എന്ന് നിധി പറയുന്നത് പോലെ സുധീഷിന് തോന്നുകയാ. സതീഷ് അപ്പോഴേക്കും എല്ലാം കേട്ടിരിക്കുന്ന നിധിയോടായി, സിസ്റ്റർ നിങ്ങൾ പറ, ഇത് ശരിയാണോ? നിങ്ങളൊരു സ്ത്രീയല്ലേ, ഞാൻ ഇവളെ സിൻസിയറായ സ്നേഹിക്കുന്നത്, പൊന്നുപോലെ നോക്കുകയും ചെയ്യും, പിന്നെന്തിന് ഇവൾ എന്നെ തള്ളി പറയണം എന്നവൻ ചോദിക്കേ. നിധിയും ഞാൻ എന്തു പറയാനാ, ഇത് നിങ്ങളുടെ ജീവിതമാ, നിങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന് നിധിയും. അതല്ല സിസ്റ്റർ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളായാൽ എന്തു ചെയ്യും? ഒരു പക്ഷേ എന്റെ സ്ഥാനത്ത് സുധീഷും ഇവളുടെ സ്ഥാനത്ത് സിസ്റ്ററുമാണെങ്കിൽ എന്തു പറയും എന്നവൻ ചോദിക്കേ. ഞാൻ ഈ കുട്ടി പറയുന്നത് പോലെ തന്നെ പറയും എന്ന് നിധിയും. അതുകൾക്ക് സുധീഷും ഞെട്ടലോടെ നശിപ്പിച്ച് എന്ന് പറഞ്ഞ് ടെൻഷനോടെ ഇരിക്കുക. നിധി വീണ്ടും പറയുന്നു, എങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കണമെന്ന് എനിക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ കുട്ടി നിങ്ങളെ ഫ്രണ്ടിനെ പോലെ കാണുമെന്ന് എന്ന് കരുതി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. എന്തിനാ കുട്ടി എങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? സോറി, ചോദിച്ചോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ സുധീഷുമായിട്ട് ഞാൻ ഫ്രണ്ട്ലി ആണെന്നതുകൊണ്ട് മാത്രം കല്യാണം കഴിക്കാൻ പറ്റുമോ?
സംസാരിക്കുന്നതും കൂടെ ഇരിക്കുന്നതും വിവാഹം കഴിക്കാനുള്ള കൺസെന്റ് ആണോ? നിങ്ങൾ ഈ കുട്ടിയെ ഒന്ന് ഫ്രീ ആയി വിടൂ. ഇഷ്ടമില്ലാന്ന് പറഞ്ഞില്ലേ, അവിടെ തീർന്നു. പിന്നെന്തിനാ ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ? ഈ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കുട്ടി വന്ന് പറയും. ഇനി അഥവാ പറഞ്ഞില്ലെങ്കിൽ അതോടങ്ങ് വിട്ടേക്ക്. പുറകെ നടന്ന് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാതിരിക്കെ. ഞാനും ഈ കുട്ടിയെ പോലെയാ. നുണ പറയുന്നവരെയും ആലോചിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരെയും എനിക്ക് ഇഷ്ടമേ അല്ല. ഈ കുട്ടിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമായി മാറും. സോറി, ഞാൻ കുറെ സംസാരിച്ചു. സുധീഷെ പറ എന്ന് നിധി പറയേ. എന്താ എന്ന് സുധീഷും അവരോട് സംസാരിക്കേ എന്ന് നിധി നിർബന്ധിക്കേ. അതേടാ, വെറുതെ ഫോഴ്സ് ചെയ്യാൻ നിൽക്കണ്ട. ആ കുട്ടിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ? ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിച്ച് ജീവിതകാലം മുഴുവൻ സന്തോഷമില്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? എടാ, ആ കുട്ടിയെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. ഞാൻ നിന്നെ വിളിച്ചോളാം എന്ന് സുധീഷ് പറയേ. അവൻ ദേഷ്യത്തോടെ സുധീഷിനെ ഒന്ന് നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. നിധി രമ്യയോടും കുട്ടിയും ചെല്ലെന്ന് പറയേ. രമ്യയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. സുധീഷേ, ഇനിയൊന്നും പറയണ്ട. സതീഷിന്റെ അവസ്ഥയാവും നിനക്കും. നിന്നോട് ഇഷ്ടമാണെന്ന് നിധി വന്ന് പറയുന്ന അവസ്ഥയുണ്ടാക്കണം. അല്ലെങ്കിൽ അവൻ നടന്നു പോയതുപോലെ നീയും നടന്നു പോകും എന്നവൻ ടെൻഷനോടെ മനസ്സിലോർത്തിരിക്കെ. അല്ല, സുധീഷ് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് നിധി ചോദിക്കേ. എന്ത് എന്ന് സുധീഷും. എന്നോടാണോ ചോദിക്കുന്നേ എന്ന് നിധി ചോദിക്കേ. അത് നാളെ കോടതിയിൽ പോവാണല്ലോ. നിധിയുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്നതാ എന്നവൻ പറയേ. കോടതിയിൽ പോകുന്നതിന് എനിക്കെന്തിനാ വിഷമം എന്ന് നിധിയും. അതല്ല, കോടതിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ എന്ന് തോന്നി വിഷമിക്കാതിരിക്കാൻ. അതാ. അത് പറഞ്ഞ് നിധി വന്നില്ലെങ്കിലോ എന്ന് കരുതി പറയാതിരുന്നതാ എന്ന് പറയേ നിധിയും. എനിക്ക് എന്ത് വിഷമാ ഉള്ളത് സുധീഷേ? ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു പിരിയേണ്ടി വരുമ്പോ വിഷമം തോന്നാം. ഇതങ്ങനെയല്ലല്ലോ. ഇതിൽ നിന്നൊന്നും രക്ഷപ്പെട്ടാൽ മതി എന്നേ ഉള്ളൂ എനിക്ക് എന്നവൾ പറയേ. സുധീഷും ആകെ നിരാശയോടെ ഇരിക്കുകയാ. വേറൊന്നും ഇല്ലെങ്കിൽ പോയാലോ എന്ന് നിധി ചോദിക്കേ. പോവാമെന്ന് സുധീഷ് സമ്മതിക്കുന്നതോടെ നിധി അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാ. സുധീഷും എഴുന്നേറ്റ് അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. അവിടെ സുധീഷിനെയും നിധിയെയും കാത്ത് ടെൻഷനോടെ ഹാളിലൂടെ നടപ്പാ സുഭാഷ് ഏട്ടൻ. അരികെ തന്നെ നികേഷും നിൽപ്പുണ്ട്. അപ്പോഴാണ് ജോലി കഴിഞ്ഞ് ഹരീഷ് അങ്ങോട്ടെത്തുന്നത്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ എന്ന് ഹരീഷ് ചോദിക്കേ. ഏടത്തിയും കൊണ്ട് ഏട്ടൻ പുറത്തോട്ട് പോയിരിക്കുക. എപ്പോ വരുമെന്ന് കാത്തിരിക്കുകയാണെന്ന് നികേഷ് പറയേ. അത്രയ്ക്ക് ടെൻഷനോ എന്ന് ഹരീഷും. ഇന്ന് സുധീഷ് ഏട്ടൻ ഏടത്തിയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ പോയേക്കണേ. അത് പറഞ്ഞു കാണോ? പറഞ്ഞെങ്കിൽ തന്നെ ഏടത്തിയുടെ റിയാക്ഷൻ എന്താവുമെന്ന് ഓർത്തുള്ള ടെൻഷനാ എന്ന് നികേഷ് പറയേ. അതിനെന്തിനാ സുഭാഷ് ഏട്ടന് ടെൻഷൻ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഡാ, അങ്ങനെയല്ലടാ. നിധി അഥവാ സമ്മതിച്ചില്ലെങ്കിലോ എന്നൊരു പേടി. അങ്ങനെ വന്ന അവനാകെ തകർന്നു പോകുമല്ലോ എന്നോർത്തിട്ടാ എന്ന് സുഭാഷ് ടെൻഷനോടെ പറയേ. വെറുതെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതിരിക്കെ. എല്ലാം ശരിയാവുമെന്ന് എന്ന് ഹരീഷും. സുധീഷ് ആയതുകൊണ്ടുള്ള പേടിയാ. അവനെങ്ങനെ സംസാരിക്കണമെന്ന് ഒരു നിശ്ചയവുമില്ല എന്ന് സുഭാഷ് പറയേ. അത് ശരിയാ. എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് അറിയാത്തയാളാ എന്ന് ഹരീഷും സമ്മതിക്കുക. അപ്പോഴാണ് സുധീഷും നിധിയും അങ്ങോട്ട് വരുന്നത്. മഴയൊന്നും ചാറിയില്ലല്ലോ അല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഇല്ല സുഭാഷ് ഏട്ടാ, ക്ലൈമറ്റ് നല്ലതായിരുന്നു. കുറച്ചു നേരം ഇരുന്നിട്ട് ഇങ്ങ് പോന്നു എന്ന് നിധിയും. ടെൻഷനോടെ നിൽക്കുന്ന സുധീഷും ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നിധിയും പോവുകയാ. സുധീഷ് പോയതും നോക്കി സുഭാഷ് ഏട്ടന്റെ സംശയം ശരിയാ. അത് കണ്ടിട്ടെ എല്ലാം കുളമാക്കിയെന്ന് തോന്നുന്നേന്ന് ഹരീഷും പറയുന്നുണ്ട്. ഞാൻ പോയി ചോദിച്ചാലോ എന്ന് നികേഷ് ചോദിക്കേ. വേണ്ട, അവനായിട്ട് പോയി കിടന്നതല്ലേ. എഴുന്നേറ്റ് വരട്ടെ, അപ്പോൾ സംസാരിക്കാമെന്ന് സുഭാഷ് ഏട്ടനും. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന നിധിയോട് ഏട്ടത്തി നേരെ ഓഫീസിൽ നിന്ന് ബീച്ചിലേക്കാണോ പോയെന്ന് നികേഷ് ചോദിക്കേ. അതേ എന്ന് നിധിയും. സുധീഷ് അങ്ങോട്ട് വന്നില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. വന്നിരുന്നു. എന്തിനാ ബീച്ചിൽ പോണെന്ന് ചോദിച്ചപ്പോൾ കോടതിയിൽ പോവല്ലേ, മനസ്സ് അപ്സെറ്റ് ആണെങ്കിൽ മാറിക്കോട്ടെ എന്നാ പറഞ്ഞത്. എനിക്കതോർത്തിട്ട് ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞെങ്കിലും സുധീഷ് നിർബന്ധിച്ചു. പിന്നെ വെറുതെ പോയി പോന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ സുഭാഷ് ഏട്ടാ? വിശക്കുന്നു എന്നവൾ പറയേ. ഇപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോവുകയാ. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് നിധിയും പുറകെ പോകുന്നുണ്ട്. പിന്നീട് രാത്രിയാവുമ്പോൾ നികേഷും ഹരീഷും തളത്തിൽ പാ വിരിച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. തൂണും ചാരി ടെൻഷനോടെ ഇരിക്കണ സുധീഷ് ഏട്ടനെ കണ്ട് ഹരീഷ് ഏട്ടാ എന്തായിന്ന് ചോദിച്ചാലോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. മിണ്ടാതിരിക്കടാ, ഇത്തിരി ദേഷ്യത്തിലെ ഇരിക്കുന്നെന്ന് ഹരീഷും. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന സുഭാഷ് ഏട്ടനും കിടന്നുറങ്ങാൻ നോക്കട വേഗം എന്ന് പറഞ്ഞ് തന്റെ പായെടുത്ത് വിരിക്കാൻ തുടങ്ങുന്നേരം സുധീഷും. അതാണ് കേട്ടല്ലോ, വേഗം കിടന്നോ, ഊണ് കഴിഞ്ഞില്ലേ? ഇനി നല്ല രീതിയിൽ ഉറങ്ങാണല്ലോ വേണ്ടത്. അങ്ങനെയൊക്കെ അങ്ങ് സന്തോഷമായിട്ട് ജീവിക്കേ എന്ന് ദേഷ്യത്തോടെ പറയേ. ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് എന്തോ തട്ടു കിട്ടിയിട്ടുണ്ട് എന്ന് ഹരീഷും നികേഷിനോടായി പറയുന്നുണ്ട്. അല്ല, തലവേദന എങ്ങനെയുണ്ട് സുധീഷേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയല്ലോ. നല്ല കാര്യം. എത്ര നേരമായിട്ട് ഞാൻ ആ മുറി കിടക്കായിരുന്നെന്നറിയോ?
ഒന്ന് അങ്ങോട്ട് വന്ന് ചോദിക്കാൻ തോന്നിയോ നിങ്ങൾക്ക് എന്ന് സുധീഷ് ചോദിക്കേ. എടാ വേദന മാറിയോ ഇല്ലയോ എന്ന് സുഭാഷ് ഏട്ടനും. എന്റെ വേദന മാറുമോ മാറാതിരിക്കോ ഒക്കെ ചെയ്യും. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തുലഞ്ഞു പോട്ടെ. നിങ്ങൾക്കൊക്കെ അതിലെന്താ ഇപ്പൊ പ്രശ്നമുള്ളത് എന്ന് സുധീഷ് ദേഷ്യത്തോടെ ചോദിക്കേ. ഇയാൾക്ക് എന്താ പ്രശ്നമെന്ന് ഹരീഷും നികേഷിനോടായി പറയുന്നുണ്ട്. സുഭാഷും അവന്റെ അടുത്തേക്കിരുന്ന് എടാ എന്താടാ എന്തു പറ്റി എന്ന് ചോദിക്കേ. ദയവ് ചെയ്ത് ഇങ്ങനെ അടുത്ത് വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ നിൽക്കല്ലേ. പറഞ്ഞേക്കാം തലവേദനിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി കിടന്നപ്പോ ഒരാൾക്കെങ്കിലും വന്ന് ഒന്ന് അന്വേഷിക്കാൻ തോന്നിയോ? എനിക്ക് വിശക്കുന്നെങ്കിലും ചോദിക്കാൻ തോന്നിയോ നിങ്ങൾക്ക് എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കേ. ഈ വീട്ടിൽ മുമ്പും ആ പതിവില്ലല്ലോ. സുധീഷ് ഏട്ടനും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ഹരീഷും. അന്ന് ഞാൻ പനിച്ചുവിറച്ച് കിടന്നപ്പോഴേ എന്നെ തനിച്ചേക്ക് പോയതല്ലേ സുധീഷ് ഏട്ടൻ എന്ന് നികേഷും കുറ്റപ്പെടുത്തേ. ചമ്മലോടെ അവരെ നോക്കിയിരിക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.